ആകാശവാണി തിരുവനന്തപുരം നിലയം 75-ാം വാർഷികം ആഘോഷിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂറാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഒരുപാട് കാലത്തെ ഓർമ്മകൾ പേറുന്ന തിരുവനന്തപുരം നിലയത്തിൽ ഓണക്കൂറിൻ്റെ ഉദ്ഘാടനം കൂടിയായപ്പോൾ നിറവായി. മലയാളികളുടെ ജീവിത രീതിയിൽ തന്നെ വലിയ സ്വാധീനം ചെലുത്തിയ ആകാശവാണി തിരുവനന്തപുരത്തിന്റെ 75-ാം വാർഷികം തിരുവനന്തപുരം നിലയത്തിലെ ജീവനക്കാരും സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരും ചേർന്ന് ആഘോഷിച്ചു. ഇന്നലെ വൈകിട്ട് 3 മണിക്ക് നടന്ന ചടങ്ങ് പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്തു. എന്നും സത്യത്തിന്റെ ഭാഗത്തു നിന്ന് പ്രവർത്തിച്ച ആകാശവാണി മികച്ച ഗുരുവാണെന്ന് ജോർജ് ഓണക്കൂർ. പക്ഷെ ആകാശവാണി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ സാക്ഷരതാ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് നാട്ടിൻപുറത്ത് ചെല്ലുമ്പോൾ അവർക്കെല്ലാം അറിയാം. പുസ്തകം വായിച്ചിട്ടില്ലാത്ത, പത്രം വായിക്കാത്ത അവിടുത്തെ അമ്മമാർക്കെല്ലാം നമ്മുടെ സാഹിത്യകാരന്മാരെ നല്ല പരിചയം, രാഷ്ട്രീയ കാര്യങ്ങൾ നല്ല പരിചയമാണ്. എന്താണെന്ന് വെച്ചാൽ ദ ഗ്രേറ്റ് എഡ്യൂക്കേറ്റർ ഓഫ് അവർ ടൈം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആകാശവാണിയാണ്. ഹാർട്ട് ടു ഹാർട്ട് അല്ലെങ്കിൽ ഇയർ ടു ഇയർ ഇതിങ്ങനെ ലിപ് ടു ഇയർ കേട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഭാഷയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ച മാധ്യമമാണ് ആകാശവാണിയെന്നും മലയാളികളെ ശ്രോതാവായി പിടിച്ചിരുത്തിയതാണ് ആകാശവാണി ഉണ്ടാക്കിയ അത്ഭുതമെന്നും ചരിത്രകാരനും അധ്യാപകനുമായ MG ശശിഭൂഷൺ പറഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി KS സുബ്രഹ്മണ്യ അയ്യർ, പ്രോഗ്രാം മേധാവി V ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി വൈവിധ്യമായ പരിപാടികൾ സംഘടിപ്പിക്കും. 24 തിരുവനന്തപുരം. 75-ാം വാർഷികം ആഘോഷിക്കുന്ന തിരുവനന്തപുരം ആകാശവാണി നിലയത്തിന് എല്ലാവിധമായ ആശംസകളും. ഒരുപാട് പരിപാടികളൊക്കെ നിർമ്മിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഓർമ്മകളിൽ തിരുവനന്തപുരം ആകാശവാണി ഇങ്ങനെ ഓളം വെട്ടുന്നുണ്ട്. ഇബ്രാഹിം കുട്ടി പറയുന്ന ഒരു കാര്യം, തമ്മനത്ത് നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ സന്ദേശം വരുന്നത്. മധു കൊട്ടാരക്കര ബിസിനസ്സുകാരനാണോ? നല്ല ലുക്ക്. എന്താ ബിസിനസ്സുകാർക്കെല്ലാം നല്ല ലുക്ക് കാണും, അതോ ബിസിനസ് ഇല്ലാത്തൊരു ലുക്ക് കാണില്ലേ? എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. അദ്ദേഹം അമേരിക്കയിൽ നമ്മുടെ 24-ൻ്റെ പ്രതിനിധിയാണ്. അതുകൂടാതെ അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ഒരു അറിയപ്പെടുന്ന ബിൽഡറാണ്, ഒരു ഇന്ത്യൻ ബിൽഡർ. ഓക്കെ.